സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we were discussing about photoelectric effect and we have given a detailed explanation of what is photoelectric effect and its theory, everything in detail we have discussed. So today we are going to discuss a very important topic in our plus one second chapter, that is hydrogen spectrum. Very important topic, that is hydrogen spectrum. Ee oru lesson le one of the main topic ennu parayam hydrogen spectrum. Eppozhum question chodikkarunde ee oru area il ninnu. അപ്പോൾ ഇത് പഠിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ചാനലിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ബേസ് വിത്ത് 100% മാർക്ക്. ബേസോട് കൂടിയ മാർക്ക് മതി നമുക്ക്, അല്ലാതെ വെറുതെ കാണാതെ പഠിച്ച് ബൈ ഹാർട്ട് പഠിച്ചിട്ടൊന്നും നമുക്ക് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഹൈഡ്രോജൻ സ്പെക്ട്രം ആണ് പറയുന്നത്. അപ്പോൾ ആ വേർഡ് തന്നെ ഉണ്ട്, എന്താണ് സ്പെക്ട്രം അല്ലേ, എന്താണ് സ്പെക്ട്രം, എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്പെക്ട്രം ഉണ്ട്, ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഹൈഡ്രോജൻ സ്പെക്ട്രത്തിലേക്ക് വന്ന് ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പം എന്താണ് സ്പെക്ട്ര അല്ലെങ്കിൽ എന്താണ് സ്പെക്ട്രം, നമുക്കൊക്കെ അറിയാം എന്താണ് സ്പെക്ട്രം അല്ലെങ്കിൽ എന്താണ് സ്പെക്ട്ര അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊരു ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും, എന്താണ് സ്പെക്ട്രം അല്ലേ. നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പ്രിസത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ലൈറ്റിനെ വൈറ്റ് ലൈനിനെ പാസ് ചെയ്യുന്ന സമയത്ത് ദ വൈറ്റ് ലൈറ്റ് വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു 7 ഡിഫറെൻറ്റ് കളേഴ്സ്. അങ്ങനെ 6 ഡിഫറെൻറ്റ് കളേഴ്സിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് കാണാം. നമ്മൾ അതിന് പഠിച്ചു വെച്ചിട്ടുണ്ട്, വിബ്ജിയോർ ആണ് ഈ 7 കളേഴ്സ്, 7 കളേഴ്സ്, ദാറ്റ് ഈസ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ. അങ്ങനെ 7 കളേഴ്സ് ആയിട്ട് വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റപ്പ് ചെയ്യും. നമ്മൾ വൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്, വിബ്ജിയോർ ഉണ്ട്. പക്ഷെ ഇപ്പം നമുക്കറിയാം ഈ വിബ്ജിയോറിൻ്റെ സെപ്പറേഷൻ നടക്കുന്നത് ബിക്കോസ് ഈച്ച് കളർ is in accordance with different wavelength അല്ലേ. ഓരോ കളറിനും ഓരോ വേവ് ലെങ്ത് ആണ്, ഓരോ ഫ്രീക്വൻസിയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വൈറ്റ് ലൈറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വൈറ്റ് ലൈറ്റിൻ്റെ ഉള്ളിൽ റേഡിയേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉണ്ട്. ആ വേവ് ലെങ്ത് ആണ് ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് ആ ഒരു ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിനനുസരിച്ച് അത് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 7 കളേഴ്സിനെ കാണുന്നത്. ഈ ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പെക്ട്ര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷനായിട്ട് എങ്ങനെയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു വേരിയസ് കളേഴ്സ് ഓർ കളർ ബാൻഡ്സ്. ദ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു വേരിയസ് കളേഴ്സ് ഓർ കളർ ബാൻഡ്സ് ആർ നോൺ ആസ് സ്പെക്ട്ര ഓർ സ്പെക്ട്രം. അപ്പം ദ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു വേരിയസ് കളേഴ്സ് ഓർ കളർ ബാൻഡ്സ് ആർ നോൺ ആസ് സ്പെക്ട്രം. ഇപ്പോൾ മനസ്സിലായി എന്താ സ്പെക്ട്ര അല്ലെങ്കിൽ സ്പെക്ട്രം എന്നുള്ളത് അല്ലേ. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള എന്താണ് സ്പെക്ട്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ വിചാരിക്കുക നമ്മൾ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്തതുകൊണ്ടാണ് 7 കളേഴ്സ് കിട്ടിയത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വെൻ വി ഹീറ്റ് എ സബ്സ്റ്റൻസ് അല്ലേ, but certain type of radiations will be given out by that substance. ഇപ്പോൾ ഞാൻ ഹൈഡ്രോജനെ ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ സോഡിയത്തിനെ ഹീറ്റ് ചെയ്ത് അത് ഡിഫറെൻറ്റ് റേഡിയേഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ റേഡിയേഷത്തിനെ നമ്മൾ എക്സാമിൻ ചെയ്ത് ഇറ്റ് വിൽ ഓൾസോ പ്രൊഡ്യൂസ് എ സ്പെക്ട്രം. അതും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്പെക്ട്രം. പക്ഷെ അതിൽ എന്തുണ്ടാവില്ല, ഈ വിബ്ജിയോർ ഉണ്ടാവണം എന്നൊന്നുമില്ല. അതിൽ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുക. അപ്പം ഓരോ ആറ്റംസ് അല്ലെങ്കിൽ ഓരോ ആറ്റംസിന് പല ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യും പുറത്തേക്ക്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓരോ പാർട്ടിക്കിളിനും ഓരോ ആറ്റത്തിനും അതിൻ്റെ നേച്ചറിനനുസരിച്ചുള്ള റേഡിയേഷനാണ് അത് പുറത്തേക്ക് വിടുക. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കണം, എന്നാലാണ് നമുക്ക് ഓരോ കോമ്പൗണ്ട്സിനെ പറ്റി ഓരോ എലിമെൻസിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് സ്പെക്ട്രം, ദാറ്റ് ഇസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു വേരിയസ് കളേഴ്സ് ഇസ് നോൺ ആസ് സ്പെക്ട്രം ഓർ സ്പെക്ട്രം എന്ന് പറഞ്ഞു. ഇനി നമ്മളിപ്പം ഇങ്ങനെ ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് ഒരു പ്രിസത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ കടത്തി വിട്ടിട്ട് വൈറ്റ് ലൈറ്റിനെ സെപ്പറേറ്റ് ചെയ്തു. ബട്ട് നമുക്ക് നമ്മുടെ ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വലിയ റിസർച്ചും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓരോ എലിമെൻറ്റ്സിൽ എടുത്തിട്ട് അവരുടെ റേഡിയേഷൻ പ്രിസത്തിലൂടെ കടത്തി വിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ല. വി നീഡ് എൻ ഇൻസ്ട്രുമെൻറ്റ്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സ്പെക്ട്രോസ്കോപ്പ്. Spectroscope is an instrument used to study or used to separate the radiations into different wavelength. അതായത് സ്പെക്ട്രോസ്കോപ്പ് എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതെന്താ ചെയ്യുന്നത്, ഇറ്റ് വിൽ സെപ്പറേറ്റ് ദ റേഡിയേഷൻസ് ഇൻ ടു ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. അത് റേഡിയേഷൻസ് അതിലൂടെ പാസ് ചെയ്യുമ്പം ആ റേഡിയേഷൻസിനെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിനനുസരിച്ച് സെപ്പറേറ്റ് ചെയ്ത് തരും. സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മതിയോ പോരാ, നമുക്കത് എക്സാമിൻ ചെയ്യാൻ പറ്റും കൂടെ വേണം. അപ്പോൾ ഈ സ്പെക്ട്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ
ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ സ്പെക്ട്രോസ്കോപ്പ് ഇസ് എ വെരി എന്താ പറയുക വളരെ സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മുടെ മനസ്സിലാവാൻ നമ്മുടെ രീതിയിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്പെക്ട്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ ഒരു പ്രിസം പോലത്തെ ഒരു അറേഞ്ച്മെൻറ്റും ഉണ്ടാവും, ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റും ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റും ഉണ്ടാവും. ഇതെന്തിനാ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്? അതായത് നമ്മൾ ഹ്യൂമൻസാണ് അത് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഈ പ്രിസത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി അത് നേരെ ഈ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ എന്ത് ചെയ്യും? തട്ടും. അപ്പോൾ ആ പ്രിസത്തിൽ നിന്ന് വരുന്ന വേവ് ലെങ്ത് നമുക്ക്, അപ്പോൾ ആ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏതൊക്കെ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസ് ഉണ്ട്, ഇതിൽ ഏതൊക്കെയാണ് നമ്മൾക്ക് മറ്റിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട റേഡിയേഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സോ വാട്ട് ഈസ് മീൻ ബൈ സ്പെക്ട്രോസ്കോപ്പ്? Spectroscope is an instrument used to separate the radiations into different wavelengths. It consists of a prism and a photographic plate. ഇനി ഈ ഒരു ബ്രാഞ്ചിന്, അതായത് ഈ ഒരു ബ്രാഞ്ച്, the branch of science which deals with the study of the spectrum is known as spectroscopy. എന്താ പറയുന്നത്? Spectroscopy is a branch of science which deals with the study of spectrum is known as spectroscopy. അപ്പോൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് സ്പെക്ട്ര? That is the splitting of light into various color bands are known as spectrum. പിന്നെ നമ്മൾ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് യൂസ് ടു സെപ്പറേറ്റ് ദ റേഡിയേഷൻസ് ഇൻ ടു ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഇസ് നോൺ എസ് സ്പെക്ട്രോസ്കോപ്പ്. ആൻഡ് സ്പെക്ട്രോസ്കോപ്പി ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സ്പെക്ട്രം ഇസ് നോൺ എസ് സ്പെക്ട്രോസ്കോപ്പി. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ എന്താണ് സ്പെക്ട്രം, എന്താണ് സ്പെക്ട്രോസ്കോപ്പി, എന്താണ് സ്പെക്ട്രോസ്കോപ്പി നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പം ഞാൻ സ്പെക്ട്രത്തിനെ പറ്റി പറഞ്ഞു അല്ലേ. ഈ സ്പെക്ട്രം തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാണ് എബ്സോർപ്ഷൻ സ്പെക്ട്രം. എന്താണ് എബ്സോർപ്ഷൻ സ്പെക്ട്രം? ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എമിഷൻ സ്പെക്ട്രം. എന്താണ് എബ്സോർപ്ഷൻ സ്പെക്ട്രം ആൻഡ് ആൻ എമിഷൻ സ്പെക്ട്രം. ഈ സ്പെക്ട്രം 2 ടൈപ്സ് ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. എബ്സോർപ്ഷൻ സ്പെക്ട്രം ആൻഡ് എമിഷൻ സ്പെക്ട്രം. ആ വേർഡ് തന്നെ കറക്റ്റ് ആട്ടോ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു, നമ്മളൊരു വൈറ്റ് ലൈറ്റിനെ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ വെച്ചപ്പം ഐ ക്യാൻ സി വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇങ്ങനെ എനിക്ക് കാണാം. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു സബ്സ്റ്റൻസിന് എടുത്തു കേട്ടോ. എന്തെങ്കിലും ഇപ്പം ഞാൻ പറയാം, ഞാനൊരു സോഡിയം സബ്സ്റ്റൻസിനെ എടുത്തിട്ട് ഞാൻ വൈറ്റ് ലൈറ്റിനെ ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റേഡിയേഷൻസ് എന്ത് ചെയ്തു? ഈ സോഡിയം മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ആൻഡ് ഇറ്റ് ഈസ് allowed to pass through a prism. പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് കാണാൻ പറ്റി വെച്ചാൽ, ഈ വിബ്ജിയോർ ഇപ്പം നമ്മൾ ശരിക്കും വൈറ്റ് ലൈറ്റ് പുറത്തേക്ക് നാരോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രിസത്തിൻ്റെ ഉള്ളിൽ കൂടെ 7 കളേഴ്സ് കാണും അല്ലേ. പക്ഷേ ഇവിടെ 1-2 ലൈൻസ് മിസ്സിങ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റി. ബാക്കിയുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ ഉണ്ടെങ്കിലും അതിൽ 1-2 ലൈൻസിനെ മിസ് ചെയ്തു. അവരിങ്ങനെ അടുപ്പിച്ചുള്ള ലൈൻസിൽ ഒരു ഗ്യാപ്പ് വന്നു. ഇങ്ങനെ ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഗ്യാപ്പ് വന്നൊരു സ്പെക്ട്രം വന്നത്? അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വെൻ ദ റേഡിയേഷൻ ഇസ് പാസ് ത്രൂ ദിസ് എലിമെൻറ്റ്, ഏതോ സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, ഇറ്റ് വിൽ എബ്സോർബ് സർട്ടൻ റേഡിയേഷൻ. ആ വൈറ്റ് ലൈറ്റിലുള്ള സർട്ടൻ വേവ് ലെങ്ത്തിന് അത് എബ്സോർബ് ചെയ്തിട്ട് റിമൈനിങ് മാത്രമാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ഈ പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് നമുക്കിവിടെ ബാൻഡായിട്ട് കിട്ടുമ്പം ആ വേവ് ലെങ്ത് ഉള്ള, അത് എബ്സോർബ് ചെയ്ത വേവ് ലെങ്ത് ഉള്ള, അതവിടെ മിസ്സിങ് ആവും. ഇങ്ങനെ കിട്ടുന്ന സ്പെക്ട്രത്തെയാണ് നമ്മൾ എന്ത് പറയുക? എബ്സോർപ്ഷൻ സ്പെക്ട്രം. എന്താ പറയുക? എബ്സോർപ്ഷൻ spectrum. What is this? Absorption spectrum. The spectrum which is produced after absorbing certain radiation or certain wavelength. Such spectrum is known as absorption spectrum, and this spectrum is not a continuous spectrum. അടുത്ത term, ഇതൊരു continuous spectrum അല്ല. അപ്പോൾ ഇതെന്താ? ഇതൊരു continuous spectrum. This is not a continuous spectrum which we got from absorption spectrum. എന്താണ് continuous spectrum? കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞു, നമ്മൾ വൈറ്റ് ലൈറ്റിനെ നമ്മൾ ഇതിലൂടെ പ്രിസത്തിലൂടെ പാസ് ചെയ്തപ്പോൾ ഐ എം ഗെറ്റിംഗ് 7 കളേഴ്സ്. ഈ 7 കളേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നറിയാം. ഇതിങ്ങനെ മേർജ് ചെയ്തിട്ടാണ്, വയലറ്റിൻ്റെ അടുത്ത് ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇതിങ്ങനെ മേർജ് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ലൈക്ക് എ കണ്ടിന്യൂസ്. ദർ വിൽ ബി നോ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ദം. But this is not a continuous spectrum because certain rays are absorbed. ഇതിൽ ചില വേവ് ലെങ്ത്
absorb ചെയ്ത് പോയതുകൊണ്ട് this is not a continuous spectrum. Continuous spectrum എന്ന് പറഞ്ഞാൽ each wavelength or each color will be merged to one another. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യും. Here we are getting certain gap. നമുക്ക് ചെറിയ ഗ്യാപ്പുകൾ വരും. അപ്പോൾ എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം നന്നായി മനസ്സിലാക്കണം. നമ്മൾ ഇപ്പം വൈറ്റ് റേഡിയേഷനെ നമ്മൾ സർട്ടൻ സബ്സ്റ്റൻസിൻ്റെ ഗേഷ്യസ് സ്പേസിലോ അതിലൂടെ കടത്തിവിടുന്ന സമയത്ത് ഇറ്റ് വിൽ അബ്സോർബ് സർട്ടൻ റേഡിയേഷൻ. ലിക്വിഡ് ഫേസ് ഓർ ഗേഷ്യസ് സ്പേസിലെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എപ്പോഴും ഇവിടെ യൂസ് ചെയ്യുക. ബിക്കോസ് സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ആർ സോ ക്ലോസ്ലി അറേഞ്ച്. നമുക്കറിയാം ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്പേസിലാകുമ്പോൾ ദി ആറ്റംസ് ഹാവ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം. അപ്പോൾ അവർക്ക് ഇത് അബ്സോർബ് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും? ദേ വിൽ അബ്സോർബ് സർട്ടൻ റേഡിയേഷൻസ് and the remaining radiations will be passing through the prism, and we are getting a band in which certain wavelength are missing. This is because the substance absorbs certain wavelength of that particular radiation. That's why we are getting not a continuous, we are getting a discontinuous spectrum. ഒരു continuous അല്ലാത്ത സ്പെക്ട്രത്തിന് കിട്ടും. മനസ്സിലായോ എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉള്ളത്? ഇനി അടുത്ത പഠിക്കാനുള്ളതാണ് നമുക്ക് എമിഷൻ സ്പെക്ട്രം. വെരി സിമ്പിളാണ്. ഇത് പഠിച്ചാലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നമ്മുടെ ആ ഹൈഡ്രജൻ സ്പെക്ട്രം പറയുമ്പോൾ നന്നായി മനസ്സിലായി. എമിഷൻ സ്പെക്ട്രം തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞതിൽ തന്നെ ഒന്നാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം. കണ്ടിന്യൂസ് സ്പെക്ട്രം ഉണ്ട്. ഒന്നാണ് ലൈൻ സ്പെക്ട്രം. എന്താണ് കണ്ടിന്യൂസ് സ്പെക്ട്രം ആൻഡ് ലൈൻ സ്പെക്ട്രം? എമിഷൻ സ്പെക്ട്രം. ഇപ്പം ഞാൻ പറയാണ്, ഞാനൊരു സോഴ്സ് എടുത്തു. ഇതിൽ ലൈറ്റ് എന്തിലൂടെ പാസ് ചെയ്തു? പ്രിസത്തിലൂടെ പാസ് ചെയ്തു. ഐ എം ഗെറ്റിംഗ് 7 ഡിഫറെൻറ്റ് കളേഴ്സ്. ഇതെന്താ ചെയ്യുന്നത്? ഇവിടെയുള്ള സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ലൈറ്റ് ഇങ്ങോട്ട് പാസ് ചെയ്തപ്പം ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് 7 ഡിഫറെൻറ്റ് കളേഴ്സ്. ഇതെന്താ? എമിഷൻ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് സർട്ടൻ റേഡിയേഷൻ അല്ലേ? എമിഷൻ ഓഫ് സ്പെക്ട്രം. ഇതൊരു കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. ഇനി സെയിം തിങ് ഐ എം ഡൂയിങ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഐ എം ടേക്കിംഗ് എ സർട്ടൻ സബ്സ്റ്റൻസ്. സോഡിയം തന്നെ എടുക്കാം. ഐ എം ടേക്കിംഗ് സോഡിയം ആൻഡ് ഐ എം ജസ്റ്റ് ഹീറ്റിംഗ് ഇറ്റ്. ഞാൻ അതിനെ ഹീറ്റ് ചെയ്തു. either heating or I am just passing an electric arc. ഞാൻ നല്ലൊരു ഇലക്ട്രിക് പാസേജ് ഈ സോഡിയത്തിന് കൊടുക്കുകയാണ് കേട്ടോ. ഇലക്ട്രിക് പാസേജ് കൊടുക്കുക അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വി ആർ ഗിവിങ് സർട്ടൻ എനർജി. എനർജി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലുള്ള ആറ്റത്തിന് എന്ത് പറ്റും? എനർജി കൊടുക്കുമ്പം ഇറ്റ് വിൽ ജസ്റ്റ് ഗെറ്റ് എക്സൈറ്റഡ്. എക്സൈറ്റേഷനൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതായത് ഇതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒന്ന് മനസ്സിലാക്കിക്കോളൂ. സോഡിയത്തിനുള്ളിൽ സോഡിയത്തിന് കുറേ ആറ്റംസ് ഉണ്ട് അല്ലേ? കുറേ ആറ്റംസ് ഉണ്ടാവും. സോഡിയം എന്ന് പറയുന്നത് കുറേ ആറ്റംസ് ഉണ്ടാവും. നമുക്കറിയാം എല്ലാവർക്കും ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നത് ഓരോ ഷെല്ലുകളാണ് അല്ലേ? ഓരോ ഷെല്ലുകളാണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ഇതപ്പോൾ കെ ഷെല്ലാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഷെല്ല്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഞാൻ ഈ ഒരു എലിമെൻറ്റ് ഇങ്ങനെ ഹീറ്റ് കൊടുക്കുക, നന്നായിട്ട് ഇലക്ട്രിക് ആർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹീറ്റ് വെച്ചോ കൊടുക്കുമ്പോൾ ഈ എനർജി ഈ ഇലക്ട്രോണിന് കിട്ടും. ഇലക്ട്രോൺ എനർജി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതെന്താവും? എക്സൈറ്റ് ചെയ്യും. അതിന് എനർജി കിട്ടും. ഇറ്റ് ഗെറ്റ് എക്സൈറ്റഡ്. എക്സൈറ്റ് ചെയ്യാൻ തന്നെ ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഷെല്ലിൽ ഒരൊറ്റ ചാട്ടം കൊടുക്കും അടുത്ത ഷെല്ലിലേക്ക്. ഒന്നെങ്കിൽ ഇവിടേക്ക് കൊടുക്കും അല്ലെങ്കിൽ ഹയർ എനർജി ഷെല്ലിലേക്ക് അത് ചാടും കേട്ടോ. അതെന്ത് ചെയ്യും? അത് എക്സൈറ്റ് ചെയ്ത് ഹയർ എനർജിയിലേക്ക് ചാടും. അപ്പം ഈ എക്സൈറ്റേഷൻ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇറ്റ് ഈസ് എബ്സോർബിങ് സർട്ടൻ റേഡിയേഷൻ അല്ലേ? അത് സർട്ടൻ റേഡിയേഷനെ എബ്സോർബ് ചെയ്തിട്ടാണ് ഇത് ഹയർ എനർജിയിലേക്ക് പോകുന്നത്. ഈ ഹയർ എനർജിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു കം ബാക്ക്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ആ ഒരു ടെൻഡൻസി ഉണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ക്ലാസ്സിലെ ഫ്രണ്ട്സ് 2 അടുത്തിരുന്നു. നമ്മൾ ഭയങ്കര സംസാരം. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? പിടിച്ചെന്ത് ചെയ്യും? എഴുന്നേറ്റ് വേറെ ഏതെങ്കിലും കുട്ടിയുടെ അടുത്ത് പോയി ഇരുത്തും. നമ്മൾ ചീത്ത കേട്ടതിൻ്റെ ആ ഒരു എനർജിയിൽ നമ്മൾ അങ്ങ് പോയിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിലെന്താ? അയ്യോ ഈ പീരീഡ് ഒന്ന് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് എൻ്റെ പ്ലേസിൽ വരണം. കാരണം എന്നാലല്ലേ നമുക്ക് ബാക്കിയുള്ള കണ്ടിന്യൂഷനായിട്ട് സംസാരിക്കാൻ പറ്റും. സെയിം ലൈക്ക് ദാറ്റ് ഇതിന് എനർജി കിട്ടി. അപ്പോൾ കിട്ടിയപ്പോൾ ഇതെന്താ? ഞാൻ ഒന്ന് ചാടി നോക്കട്ടെ. ചാടി അവിടെ എത്തിയപ്പം ഇറ്റ് വോണ്ട് ടു റിലീസ് ഇറ്റ്സ് എനർജി. അതിൻ്റെ എനർജി കൊടുത്തിട്ട് തിരിച്ച് ഈ പ്ലേസിലേക്ക് വരാനൊരു ടെൻഡൻസി ഉണ്ടാവും. ഇതിനാണ് നമ്മൾ എക്സൈറ്റേഷനും അതിന് ഡി എക്സൈറ്റേഷനും, അതായത് എനർജി കിട്ടിയിട്ട് മുകളിലേക്ക് ചാടുന്നതിന് എക്സൈറ്റേഷൻ എന്നും ആ എനർജിയെ പുറത്തേക്ക് വിട്ടിട്ട് താഴേക്ക് വരും, തിരിച്ച് അതിൻ്റെ പ്ലേസിലേക്ക് വരും. അതിനാണ് ഡി എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം എക്സൈറ്റേഷൻ എന്താ? ഡി എക്സൈറ്റേഷൻ എന്താ മനസ്സിലായത്? അതായത് നമ്മളിപ്പോൾ ഒരു എലിമെൻറ്റിനെ ഞാൻ ഹീറ്റ് ചെയ്യാനാലോ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിലുള്ള ഇലക്ട്രോൺസ് ഒരു ഷെല്ലിൽ നിന്ന് ഫസ്റ്റ് ഷെല്ലിലുള്ളത് ചിലപ്പോൾ അത് സെക്കൻഡ് ഷെല്ലിലേക്കോ തേർഡ് ഷെല്ലിലേക്കോ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ അതിനവിടെ ഇഷ്ടമല്ല. ഇറ്റ് വോണ്ട് ടു കം ബാക്ക് ടു ഇറ്റ്സ് നോർമൽ, അതിന് സെയിം പ്ലേസിലേക്ക് വേണം. സോ വാട്ട് ഇറ്റ് വിൽ ഡു? അതിൻ്റെ കയ്യിൽ ഇപ്പോൾ എനർജി ഉണ്ട്. ആ എനർജീനെ അത് പുറത്തേക്ക് അങ്ങ് കൊടുത്തിട്ട് ഒന്നെങ്കിൽ അത് തിരിച്ച് സെക്കൻഡ് ഷെല്ലിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഫസ്റ്റ് ഷെല്ലിലേക്കോ വന്ന് നിൽക്കും. അപ്പോൾ അതാണ് എക്സൈറ്റേഷനും ഡി എക്സൈറ്റേഷനും.
അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞത് വെച്ചാൽ ഞാൻ ഒരു സോഡിയം മെറ്റലിനെ ഹീറ്റ് ചെയ്തു കേട്ടോ, സോഡിയം മെറ്റലിനെ ഹീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇലക്ട്രിക് ആർക്ക് കൊടുത്തിട്ട് അത് അവിടെ നിന്ന് വരുന്ന റേഡിയേഷനെ ഞാൻ എന്ത് ചെയ്തു, ഐ എം ജസ്റ്റ് പാസിങ് ത്രൂ എ പ്രിസം, ഞാനൊരു പ്രിസത്തിലൂടെ പാസ് ചെയ്തു. അപ്പം അതെന്ത് ചെയ്യും, അത് കുറച്ച് എനർജീനെ അബ്സോർബ് ചെയ്തു. എന്നിട്ടാണ് അത് ആ എനർജീനെ എടുത്തിട്ടാണ് അത് എങ്ങോട്ട് പോകുന്നത്, ഹയർ എനർജിയിലേക്ക് പോയിരിക്കുന്നത് അല്ലേ. എനർജീനെ എടുത്തിട്ട് അത് ഹയർ എനർജിയിലേക്ക് പോയിട്ടുണ്ട്. ആ എനർജി ഉള്ള എല്ലാ റേഡിയേഷനും മിസ്സിങ് ആയിരിക്കും. അപ്പോൾ പുറത്തേക്ക് വരുന്ന റേഡിയേഷനിൽ വളരെ ചെറിയ ബാൻഡുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്, ഇറ്റ് ഹാസ് അബ്സോർബ്ഡ്. ഈ സോഡിയം മെറ്റൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൊടുക്കുന്ന എനർജി, നമ്മൾ കൊടുക്കുന്ന ഒരു ഹീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇലക്ട്രിക് ആർക്കാകുമ്പോൾ അത് എക്സൈറ്റ് ചെയ്യും. ആ എക്സൈറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് യൂസിങ് സർട്ടൻ എനർജി. അപ്പം അതെന്ത് ചെയ്യും, അത് കുറച്ച് എനർജിയെ മാത്രമാണ് അത് പുറത്തേക്ക് വിടുക. ബിക്കോസ് ഇറ്റ് ഹാസ് ടേക്കൺ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് എനർജി. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വളരെ കുറച്ച് എനർജിയേ ഉണ്ടാവത്തുള്ളൂ. വളരെ കുറച്ച് എനർജി എന്നല്ല, ഇറ്റ് ഹാസ് യൂസ് സർട്ടൻ എനർജി, അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടി അത് കുറേ എനർജീനെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ദ റിമൈനിങ് എനർജി വിൽ ബി കമ്മിങ് ഇൻ ദ ഫോം ഓഫ് ബാൻഡ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് കാണുകയെന്നറിയോ, നമുക്കൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ 1, 2, 3 കളേർഡ് ലൈൻസേ കാണാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ്, കാരണം ഇറ്റ് ഹാസ്, അത് എമിഷനാണ്, എമിഷൻ്റെ പക്ഷേ അത് എന്ത് ചെയ്തിട്ടുണ്ട്, റേഡിയേഷൻ്റെ മെജോറിറ്റി പാർട്ട് ഇറ്റ് ഹാസ് യൂസ് ദാറ്റ് എനർജി ഫോർ എക്സൈറ്റേഷൻ. സോ ഇറ്റ് വിൽ ബി ഗിവിങ് ഓൺലി എന്തായിരിക്കും, ചില ബാൻഡ്സ് മാത്രമേ ഈ ഒരു എമിഷൻ സ്പെക്ട്രയിൽ കാണിക്കുള്ളൂ. ഇതെന്തല്ല, ഇതൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല, ഇത് എന്താണ്, ഇത് ലൈൻ സ്പെക്ട്രം. എന്തുകൊണ്ടാണ്, കുറേ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഇങ്ങനെ ചെറിയ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ലൈൻ സൈറ്റാണ് കാണിക്കുക. അപ്പം ഇതാണ് എബ്സോർപ്ഷൻ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം. എമിഷൻ സ്പെക്ട്രം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എക്സൈറ്റ് ചെയ്തൊരു സാമ്പിൾ, അതായത് ഐദർ ബൈ ഹീറ്റിംഗ് ഓർ ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്തൊരു സാമ്പിളിൻ്റെ റേഡിയേഷനെ നമ്മൾ പ്രിസത്തിലൂടെ പാസ് ചെയ്യണ സമയത്ത്, എക്സൈറ്റ് ചെയ്തൊരു സബ്സ്റ്റൻസ് ആണ്, ഇതിൻ്റെ റേഡിയേഷൻസ് നമ്മൾ പ്രിസത്തിലൂടെ പാസ് ചെയ്യണ സമയത്ത് ഫോട്ടോഗ്രാഫിക്കലി കിട്ടുന്ന സ്പെക്ട്രത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമിഷൻ സ്പെക്ട്രം. ബിക്കോസ് ഇറ്റ് ഈസ് എമിറ്റിംഗ് സർട്ടൻ റേഡിയേഷൻ. എങ്ങനെയാണ് അത് എമിറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ടേക്കിംഗ് സർട്ടൻ, നമ്മൾ എക്സൈറ്റ് ചെയ്തപ്പം നമ്മൾ എക്സൈറ്റ് ഇലക്ട്രിക് ആർക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുത്തിട്ടോ അത് ഹീറ്റ് ചെയ്യണ സമയത്ത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് എനർജി. അതിലെ കുറച്ച് എനർജിനെ അത് അബ്സോർബ് ചെയ്യുന്നു, അത് ജമ്പ് ചെയ്യുന്നു, ഹയർ എനർജിയിലേക്ക് തിരിച്ചു വരുന്നു, ആൻഡ് ഇറ്റ് ഈസ് ഗിവിങ് ഔട്ട് സർട്ടൻ റേഡിയേഷൻ. തിരിച്ചു വരുമ്പോൾ അത് കുറച്ച് റേഡിയേഷൻസിനെ പുറത്തേക്ക് വിടുന്നു. ആ റേഡിയേഷനെയാണ് നമുക്ക് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ കാണുന്നത്. ആ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ബ്ലാക്ക് സ്പേസിൽ ചില ബാൻഡ്സ് മാത്രമേ, ചില കളേർഡ് ബാൻഡ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഈ സോഡിയത്തിൻ്റെ കേസിൽ, സോഡിയത്തിൻ്റെ ലൈൻ, അബ്സോർപ്ഷൻ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സോഡിയം എലിമെൻ്റ് ആണ്, ഇതിന് ഞാൻ വൈറ്റ് ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്തു. എന്നിട്ട് ഈ വൈറ്റ് ലൈറ്റിനെ, അതായത് ഈ വൈറ്റ് ലൈറ്റിനെ ഞാൻ സോഡിയത്തിലൂടെ പാസ് ചെയ്തു. ദെൻ ദ റേഡിയേഷൻ ഇസ് പാസ് ത്രൂ എ പ്രിസം. അപ്പോൾ എനിക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ, എനിക്കൊരു ബാൻഡ് കിട്ടും, അതിൽ എല്ലാ കളറും ഉണ്ടാകും, ബട്ട് ദ യെല്ലോ പാർട്ട് ഓഫ് ദാറ്റ് ബാൻഡ് വിൽ ബി മിസ്സിങ്. യെല്ലോ കളർ ആ ബാൻഡിൽ നിന്ന് മിസ്സിങ്, ബിക്കോസ് ദ സോഡിയം absorbs the wavelength corresponding to the yellow radiation. അത് സോഡിയത്തിൻ്റെ സ്വഭാവമാണ്. സോ ഇറ്റ് വിൽ absorb yellow color of that wavelength of that radiation, and it's producing a spectrum in which the yellow band will be missing. ഇനി ഇതേ സോഡിയത്തെ ഞാൻ ഇലക്ട്രിക് ആർക്ക് വെച്ചിട്ട് ഹീറ്റ് ചെയ്തു, ഓർ ഐ എം ജസ്റ്റ് എക്സൈറ്റിങ് ഇറ്റ്. എന്നിട്ട് വരുന്ന സോഡിയത്തിൻ്റെ റേസിനെ ഞാൻ പ്രിസത്തിലൂടെ കടത്തിവിട്ട, ഐ വിൽ ബി ഗെറ്റിംഗ് എ സ്പെക്ട്രം ഇൻ വിച്ച് എ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വിത്ത് 2 യെല്ലോ ലൈൻസ്. യെല്ലോ ലൈൻസ് മാത്രമുള്ള റേഡിയേഷൻസ് മാത്രമായിരിക്കും എനിക്ക് കാണാൻ പറ്റുക. യെല്ലോ ലൈൻസ് മാത്രമുള്ള ഒരു ബാൻഡായിരിക്കും എനിക്ക് കാണാൻ പറ്റുക. മനസ്സിലാവുന്നുണ്ടോ? അബ്സോർപ്ഷൻ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം എന്താ? അബ്സോർപ്ഷൻ തന്നെ ഇറ്റ് വിൽ ബി അബ്സോർബിങ് സർട്ടൻ റേഡിയേഷൻ. എമിഷൻ സ്പെക്ട്രം ഇറ്റ് വിൽ ബി റിലീസിങ് സർട്ടൻ റേഡിയേഷൻ. ഇപ്പോൾ ഒരു നോർമൽ ലൈറ്റ് സോഴ്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഗിവിങ് കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും അല്ലേ, 7 കളേഴ്സ് ഉള്ള. ബട്ട് ചില എലിമെൻസിൻ്റെ കേസ് വരുമ്പം ഇറ്റ് വോണ്ട് ബി ഗിവിങ് ഓൾ ദി 7 കളേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചർ ഓഫ് ദാറ്റ്. ആ സബ്സ്റ്റൻസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടായിരിക്കും ഇവിടെ തരുന്നത്. അപ്പോൾ ഈ എമിഷൻ സ്പെക്ട്രം ഞാൻ പറഞ്ഞൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അല്ലേ, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, അതിൽ കളേർഡ് ലൈൻസ് ആയിരിക്കും. ഇതിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതിൽ കളേർഡ് ബാക്ക്ഗ്രൗണ്ട്സിൽ എങ്ങനെയായിരിക്കും,
one or two dark spaces will be there. ആ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ്റെ അവിടെ ഡാർക്ക് സ്പേസ് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന സ്പെക്ട്രാസ്, അതായത് കണ്ടിന്യൂസ് അല്ലാത്ത സ്പെക്ട്രത്തിന് നമ്മൾ ലൈൻ സ്പെക്ട്രം എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ കാര്യമാണ്, ടഫായിട്ട് ഫീൽ ചെയ്തില്ല എന്ന് വിചാരിക്കുന്നു. എന്താണ് സ്പെക്ട്രം, ഇതിൻ്റെ കറക്റ്റ് നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കേട്ടോ. അതൊന്ന് പഠിച്ചേക്കണം. എന്താണ് സ്പെക്ട്രം, എന്താണ് കണ്ടിന്യൂസ് സ്പെക്ട്രം, എന്താണ് ലൈൻ സ്പെക്ട്രം, എന്താണ് എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. നന്നായി മനസ്സിലായോ? നന്നായി മനസ്സിലായില്ലേ കമൻസിൽ ഇടണം കേട്ടോ, കൺഫ്യൂഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഹൈഡ്രോജൻ സ്പെക്ട്രം എടുക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. പിന്നെ ഹൈഡ്രോജൻ സ്പെക്ട്രം എടുത്ത് ഇത് കംപ്ലീറ്റ്ലി ക്ലിയർഡ് ആവും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ നന്നായി പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്നിട്ട് വേണം നമുക്ക് ഹൈഡ്രോജൻ സ്പെക്ട്രത്തിന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ. അതിൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്, അതൊക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ. മനസ്സിലാവാത്ത കാര്യം കമൻസിൽ ഇട്ടോളൂ. കുറേ ആൾക്കാരെ കമൻസ് ഒക്കെ കാണുന്നുണ്ട്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറേ ആൾക്കാർക്ക് ക്ലാസ് ഇഷ്ടമാണെന്നൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു.